റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോൺഗ്രസിൽ വീണ്ടും പേയ്മെന്റ് സീറ്റ് വിവാദം. ഇടുക്കി അടിമാലി ജില്ലാ പഞ്ചായത്ത് സീറ്റിലേക്ക് ലക്ഷങ്ങൾ വാങ്ങി KC വേണുഗോപാൽ പക്ഷത്തിന് വിറ്റുവെന്നാണ് ആരോപണം. 6 മാസം മുൻപ് പാർട്ടിയിൽ ചേർന്നയാൾക്ക് പാർട്ടി സീറ്റ് വിറ്റെന്ന് DCC അംഗം അനൂപ് കൊച്ചേരി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഈ 6 മാസം മുമ്പ് പാർട്ടിയിൽ വന്നിട്ട് ഇന്നാളത്തെ പുനഃസംഘടനയില് 120 ഭാരവാഹികളുടെ ബ്ലോക്ക് ഭാരവാഹികളുടെ ഇടയിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു വന്ന ആളുടെ പേരൊക്കെ വന്നേക്കുക. അതൊന്നും ശരിയാ അംഗീകരിക്കാൻ പറ്റത്തില്ലല്ലോ. പാർട്ടി പ്രവർത്തനം പരിഗണിച്ചോട്ടെ, നമുക്ക് ഒരു വിഷയമില്ല. ഇത് അല്ല പേയ്മെന്റ് സീറ്റ് ആണെന്നാണോ ഈ പ്രാദേശിക നേതാക്കൾ ഇവര് പറയുന്നത്? ഉറപ്പായിട്ടും എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ പണച്ചാക്കാണുള്ള സംഭവം. പണച്ചാക്കാണുള്ള പേര് വന്നേക്കണേ. പേര് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ 6 മാസം മുമ്പ് ഈ പാർട്ടിയിൽ വന്ന ഒരു വ്യക്തി എങ്ങനെ ഈ പാർട്ടിയിലെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മാത്രമായിട്ടുള്ള വ്യക്തി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായിട്ട് വരും? സംബന്ധ സീറ്റൊന്നുമല്ല, ജനറൽ സീറ്റല്ലേ. രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ. രാഹുൽ, ഇതൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. എത്തരത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്? നിലവിൽ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ 5 സീറ്റുകളിലാണ് നിലവിൽ ഒരു തർക്കം നിലനിൽക്കുന്നത്. അതിൽ അടിമാലി സീറ്റ് പേയ്മെന്റ് സീറ്റാണെന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിൽ ലക്ഷങ്ങൾ വാങ്ങി KC പക്ഷത്തിന് ഈ സീറ്റ് വിറ്റു എന്നാണ് പ്രാദേശിക നേതൃത്വം ആരോപിക്കുകയും ചെയ്യുന്നത്. 6 മാസം മുമ്പ് പാർട്ടിയിൽ ചേർന്ന പണച്ചാക്കിന് സീറ്റ് കൊടുത്തു എന്ന് DCC മെമ്പറായിട്ടുള്ള അനൂപ് കൊച്ചേരി റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന വ്യക്തി വെറും ബ്ലോക്ക് പ്രസിഡന്റ് മാത്രമാണെന്നും DCC മെമ്പറായിട്ടുള്ള അനൂപ് കൊച്ചേരി പറയുന്നു. വർഷങ്ങളായി പാർട്ടിയിൽ നിലനിൽക്കുന്ന ഒരാൾക്ക് സീറ്റ് കൊടുത്താൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിൽ ഇപ്പോൾ അടുത്തിടയ്ക്ക് പാർട്ടിയിൽ ചേർന്ന ഒരാൾക്കാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. അതിലാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ രീതിയിൽ അമർഷമുള്ളത്. ഈ അമർഷം അല്ലെങ്കിൽ പൊട്ടിത്തെറി നാളെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ സീറ്റ് പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള തർക്കം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. പണം വാങ്ങി KC പക്ഷത്തിന് സീറ്റ് വിറ്റുവെന്നാണ് ആരോപണം. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.